ആത്മഹത്യ ചെയ്ത ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ കൗൺസിലറുമായിരുന്ന അനിൽകുമാർ നേതൃത്വം നൽകിയിരുന്ന ഫാം ടൂർ സൊസൈറ്റിയിൽ ക്രമക്കേടും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുമെന്ന് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. ചട്ടവിരുദ്ധമായി നിക്ഷേപകർക്ക് പലിശ നൽകിയത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക തിരിമറികൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം പാർട്ടി നേതൃത്വത്തിനെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ചതിനെക്കുറിച്ചും മറ്റ് ആരോപണങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടരുകയാണ്. തിരുവനന്തപുരം നഗരത്തെയും ബി.ജെ.പി. പ്രവർത്തകരെയും ഞെട്ടിച്ചുകൊണ്ടാണ് തിരുമല വാർഡ് കൗൺസിലറും ബി.ജെ.പി. നേതാവുമായ അനിൽകുമാറിന്റെ മരണം പുറത്തു വന്നത്. തിരുമലയിലെ ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അനിൽകുമാറിന്റെ മരണം കേവലം ഒരു ആത്മഹത്യ എന്നതിലുപരി നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മരണത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹം എഴുതിയ ആത്മഹത്യാക്കുറിപ്പാണ് ഈ സംഭവത്തിന് രാഷ്ട്രീയ മാനം നൽകിയത്. താൻ ഭാരവാഹിയായ വലിയശാല ടൂർ സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പാർട്ടി സഹായിച്ചില്ലെന്ന് കുറിപ്പിൽ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഇത് ബി.ജെ.പി. നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അനിലിന്റെ മരണശേഷം ഫാം ടൂർ സൊസൈറ്റിയിൽ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി. അസിസ്റ്റന്റ് രജിസ്ട്രാറും പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് സൊസൈറ്റി ചട്ടവിരുദ്ധമായി നിക്ഷേപകർക്ക് പലിശ നൽകിയിട്ടുണ്ട്. ഈ നടപടി സൊസൈറ്റിക്ക് 14 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കി. നഷ്ടം പലിശ സഹിതം സൊസൈറ്റി സെക്രട്ടറിയായിരുന്ന അനിൽകുമാറിൽ നിന്ന് ഈടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് അനിൽകുമാറിന്റെ സാമ്പത്തിക സമ്മർദ്ദത്തിന് പ്രധാന കാരണമായിരിക്കാമെന്ന് അനുമാനിക്കപ്പെടുന്നു. അതേസമയം ആത്മഹത്യാക്കുറിപ്പിൽ താനോ കുടുംബമോ ഒരു പൈസ പോലും എടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അനിലിന്റെ ആത്മഹത്യയെക്കുറിച്ച് ഡിവൈഎസ്പി തലത്തിലുള്ള മറ്റൊരു അന്വേഷണ സംഘമാകും ഇനി അന്വേഷണം നടത്തുക. സാമ്പത്തിക ക്രമക്കേടുകൾക്കപ്പുറം അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ച മാനസിക സമ്മർദ്ദങ്ങളെ കുറിച്ചും അന്വേഷണം നടക്കും. സംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴിയെടുക്കും. സെപ്റ്റംബർ 20 ശനിയാഴ്ച രാവിലെയാണ് അനിലിനെ തിരുമലയിലെ ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഓഫീസിലെത്തിയ ജീവനക്കാരി വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. അവിടുത്തെ കാഴ്ച ജീവനക്കാരിയും ഞെട്ടിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനിൽ വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നതായി സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സൊസൈറ്റിയുടെ സാമ്പത്തിക ബാധ്യതകളും പാർട്ടിയിൽ നിന്ന് ലഭിക്കേണ്ടി വരുന്ന പിന്തുണ ലഭിക്കാത്തതും അദ്ദേഹത്തെ തളർത്തിയിരിക്കാമെന്നാണ് അവരുടെ നിഗമനം. വലിയശാല ഫാം ടൂർ സൊസൈറ്റിക്ക് 6 കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ടെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നു. അതേസമയം സൊസൈറ്റി 6 കോടിയോളം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. ആസ്തിയായി 11 കോടിയുടെ മുതൽക്കൂട്ടുണ്ട്. ആ ആസ്തി വിറ്റ് നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നും ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നു. വായ്പ എടുത്ത് പലരും പണം കൃത്യമായി തിരിച്ചടയ്ക്കാത്തത് സൊസൈറ്റി വലിയ പ്രതിസന്ധിയിലാക്കി. വ്യക്തിബന്ധമുള്ളവർക്ക് പോലും അത്യാവശ്യത്തിന് പണം നൽകാനാകാത്തത് അനിലിനെ കടുത്ത മാനസിക സംഘർഷത്തിലാക്കിയിരുന്നു. വായ്പ തിരിച്ചടവ് മുടങ്ങിയപ്പോൾ നോട്ടീസ് അയക്കുന്നതല്ലാതെ റിക്കവറി നടപടികളിലേക്ക് സൊസൈറ്റി കടന്നിരുന്നില്ല. അനിലിന്റെ മരണത്തിന് ശേഷം സൊസൈറ്റിയിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്ത പാർട്ടി അനുഭാവികൾക്കെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. പാർട്ടി നേതൃത്വത്തിന്റെ കത്തും ശുപാർശയും ഉപയോഗിച്ച് പലരും വലിയ തുക വായ്പ എടുത്തതായും എന്നാൽ കൃത്യമായി തിരിച്ചടച്ചില്ല എന്നും ആരോപണമുണ്ട്. നിലവിലെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ സൊസൈറ്റിയിൽ നിന്ന് വലിയ തുക വായ്പ എടുത്തതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബി.ജെ.പി. അനുഭാവിയായ ഒരു മൊബൈൽ ഷോപ്പ് ഉടമ 30 ലക്ഷം രൂപയാണ് വായ്പ എടുത്തത്. ഇത്തരം വായ്പകൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. നിക്ഷേപകർക്ക് പലിശ നൽകിയ വകയിൽ സൊസൈറ്റിക്ക് 14.14 ലക്ഷം രൂപയുടെ ബാധ്യതയാണുള്ളത്. ഈ വിഷയത്തിൽ സഹകരണ വകുപ്പ് അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നതെന്നും വിശദമായ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നും അധികൃതർ അറിയിച്ചു. വായ്പാ വിതരണം കാര്യക്ഷമമല്ലാത്തതും സാമ്പത്തിക തിരിമറികളും സൊസൈറ്റിയെ തകർച്ചയിലേക്ക് നയിച്ചു. അനിലിന്റെ മരണത്തോടെയാണ് ഈ പ്രശ്നങ്ങൾ പുറം ലോകം അറിയുന്നത്. സൊസൈറ്റിയുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും വായ്പാ തിരിച്ചടവ് ഉറപ്പുവരുത്തുന്നതിലും അനിൽകുമാർ വലിയ പരാജയം നേരിട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഫാം ടൂർ സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുറമെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. ആത്മഹത്യാക്കുറിപ്പിലെ പാർട്ടി സഹായിച്ചില്ല എന്ന വാചകം ഈ സംശയത്തിന് കൂടുതൽ ബലം നൽകുന്നു. അനിൽകുമാറിന്റെ മരണം ബി.ജെ.പി. ജില്ലാ നേതൃത്വത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൗൺസിലറായും പാർട്ടി നേതാവായും ജനങ്ങൾക്കിടയിൽ സജീവമായിരുന്നു അദ്ദേഹം. കോർപ്പറേഷനിലും ജില്ലയിലെ ബി.ജെ.പിയുടെ വിവിധ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്ന നേതാവായിരുന്നു അനിൽകുമാർ. ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്തരുതെന്ന് അനിൽകുമാർ അഭ്യർത്ഥിച്ചിരുന്നു. സൊസൈറ്റിയിലെ സാമ്പത്തിക ബാധ്യതകൾക്ക് തന്റെ കുടുംബം ഉത്തരവാദികളല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വലിയ മാനസിക സമ്മർദ്ദമാണ് നേരിടേണ്ടി വരുന്നത്. സഹകരണ വകുപ്പിന്റെ കണ്ടെത്തലുകൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു. കൂടുതൽ കളക്ഷൻ ഏജന്റുമാരെ നിയമിച്ചതും താൽക്കാലിക നിയമനങ്ങൾ നടത്തിയതും സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിച്ചിരിക്കാം. നിക്ഷേപ പദ്ധതികളിലെ കുടിശ്ശിക പ്രതിമാസം 4.1 കോടിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സൊസൈറ്റി എത്രത്തോളം വലിയ പ്രതിസന്ധിയിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. നിക്ഷേപകർക്ക് അവരുടെ പണം തിരികെ ലഭിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അനിലിന്റെ മരണത്തോടെ സൊസൈറ്റിയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വന്നത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ്. പാർട്ടിയുടെ പല
പല നേതാക്കൾക്കും പ്രവർത്തകർക്കും സൊസൈറ്റിയിൽ നിന്ന് വായ്പ ലഭിച്ചിട്ടുണ്ട് എന്ന ആരോപണം ബിജെപിക്ക് ഈ വിഷയത്തിൽ നിന്ന് എളുപ്പത്തിൽ കൈ കഴുകി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നു. ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അനിലിന്റെ ആത്മഹത്യ ഒരു വ്യക്തിപരമായ ദുരന്തത്തിനപ്പുറം സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയപരമായ അവഗണനയും ഒരുമിച്ചപ്പോൾ ഉണ്ടായ ദുരന്തമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകും.